കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് തോട്ടടയാണ്. തോട്ടടയിലെ ഗോൾഡൻ എൻക്ലേവ് എന്ന ഒരു സമുച്ചയത്തിൽ എഗ്വ എന്ന വീട്. ആ എഗ്വ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയാണത്. ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ഭവനം. അപ്പൊ ഈ സന്തോഷത്തിന്റെ ഭവനത്തിൽ ഞങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് 55 വർഷമായി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിലേറെ കാലമായി കണ്ണൂരിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമായ ഒരു പൊതുപ്രവർത്തനയെ തേടിയാണ്. ജനതാദൾ എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ദിവാകരൻ. ഞാൻ എൻ്റെ ബാല്യത്തിൽ തന്നെ ഞാൻ കാണുന്ന ഒരാളാണ്. ഞാനൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഏതാണ്ട് 4 പതിറ്റാണ്ട് മുമ്പ് കണ്ണൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തിളങ്ങി നിൽക്കുന്ന, അന്നും ഇന്നും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പൊ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ തുടങ്ങി, KSUയിലൂടെ തുടങ്ങി, ജനതാ പാർട്ടിയിലൂടെ വരുന്നു. അങ്ങനെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഏതാണ്ട് പതിറ്റാണ്ടുകളായി സജീവമായി നിൽക്കുകയാണ്. നമ്മുടെ സക്സസ് വ്യത്യസ്തമായ മനുഷ്യരിങ്ങനെ കടന്നു വരാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കാണുന്നത് വരും തലമുറയ്ക്ക് ഒരു മാതൃക എന്ന നിലക്കാണ്. ഇരിക്കൂറിനടുത്ത് പെരുമണ്ണ് എന്ന സ്ഥലത്തു നിന്നും യാത്ര തുടങ്ങി ഏതാണ്ട് 40-50 വർഷമായി കണ്ണൂരിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന പി ദിവാകരൻ എന്ന പൊതുപ്രവർത്തകനിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അദ്ദേഹത്തിന്റെ ബാല്യം, കൗമാരം, യുവത്വം, ഇന്നും യുവാവാണ്. ആ യുവാവിലൂടെ നമുക്ക് സഞ്ചരിക്കാം. പ്രേക്ഷകർക്കും ഒപ്പം പി ദിവാകരനും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് പി ദിവാകരൻ വിശേഷങ്ങളൊക്കെ? ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ കാലത്ത് ന്യൂ ജെൻ ആളുകൾ പൊതുപ്രവർത്തനത്തെ കാണുന്നത് കുറച്ച് ഒരു ദൂരെ നിന്നിട്ടാണ് വീക്ഷിക്കുന്നത്. ഓരോ പൊതുപ്രവർത്തകനും എങ്ങനെയാണ് വളർന്നു വന്നത് എന്ന് ശരിക്ക് ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഇവർ രൂപപ്പെട്ടത് എന്നുള്ളത് ശരിക്കും പുതുതലമുറയ്ക്ക് എത്ര പിടികിട്ടൂല, അവർക്കറിയില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ താങ്കളെ അറിയാൻ ഒരു ശ്രമം നടത്തുന്നത്. എവിടെയാണ് താങ്കൾ ജനിച്ചത്? പെരുമണ്ണ് എന്ന സ്ഥലത്താണെന്നറിയാം. അവിടെ പെരുമണ്ണ് ഒരിടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്. മാതാപിതാക്കൾ? അച്ഛൻ കുഞ്ഞിരാമൻ ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു, പിന്നെ ബിസിനസ് ആയിരുന്നു. അമ്മ നാരായണി. എത്ര മക്കളാണ്? കുടുംബം ഞങ്ങള് 3 മക്കളാണ്. എത്ര ആണും എത്ര പെണ്ണും? 2 ആണും 1 പെണ്ണും. താങ്കൾ എത്രാമത്തെ ആളാണ്? ഞാൻ ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ്, ഇളയ പുത്രനാണ്. ബാക്കി 2 പേരൊക്കെ നേരെ മൂത്ത് ജ്യേഷ്ഠത്തി. എന്ത് ചെയ്യുന്നു? ഇപ്പോ കുടുംബിനെയാണ്. എവിടെയാണ് സെറ്റിൽഡ്? ഇപ്പോ ഉളിക്കലിനടുത്ത് പുറവയിലാണ്. എന്താ പേര് അവരുടെ? കാർത്തികേയൻ. അതിന്റെ മൂത്ത ആള് ബാലകൃഷ്ണൻ. എന്ത് ചെയ്യുന്നു? മരിച്ചു. അപ്പൊ നിങ്ങൾ 2 മക്കളാണ്. 2 മക്കളാണ്. താങ്കളുടെ ഈ പ്രൈമറി വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാ കാലഘട്ടം? അന്ന് ഈ അംഗൻവാടി പരിപാടിയൊക്കെ ഉണ്ടോ? ഓ, അതൊന്നും ഇല്ല. എങ്ങനെയാണ്? പെരുമണ്ണ സ്കൂളിലാണ് പഠിച്ചത്. ഹൈസ്കൂളാണോ? അല്ല, ALP സ്കൂൾ, നാരായണ വിലാസം ALP സ്കൂൾ. അവിടെ എത്ര ക്ലാസ് വരെ? അത് 4 വരെ. ആ കാലഘട്ടം എങ്ങനെയാണ് അന്നത്തെ കാലത്ത്? അതൊരു 6 പതിറ്റാണ്ട് 5 പതിറ്റാണ്ട് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. ഒരു കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ കുട്ടികളും അവിടെയാണ് പഠിക്കുന്നത്. അവിടെ ഞങ്ങൾ ഇങ്ങനെ സംഘടിതമായിട്ട് പോകും. ആ സമയത്ത് ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ താമസിച്ചിരുന്നു. ആ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ചിലപ്പോൾ അവരുടെ കൂടെ പോകും വളരെ ചെറുപ്പത്തിൽ. പിന്നീട് ഞങ്ങൾ കൂട്ടമായിട്ട് സുഹൃത്തുക്കളോട്. അന്തരീക്ഷം ഇന്ന് നമ്മൾ കാണുന്ന ഹൈടെക് വിദ്യാലയങ്ങളാണ്. ഒരു ചെറിയ സ്കൂളാണ്. ആദ്യഘട്ടത്തിൽ അത് ഓലമേഞ്ഞൊരു സ്കൂളായിരുന്നു. പിന്നീട് ഓടുമേഞ്ഞ് നന്നാക്കിയിട്ടുണ്ട്. 2ലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെ. പിന്നെ ഓടുമേഞ്ഞ് നല്ല സ്കൂൾ. 1ാം ക്ലാസ്സിലേക്കായിരിക്കും ഒന്നുമില്ല. എന്താണ് ആ ബാല്യകാലത്തെ ക്ലാസ്സുകളുടെ ഒരു ഓർമ്മ? ഇന്നൊക്കെ കാര്യമായി യൂണിഫോം ഒക്കെ ഇട്ട് ഭയങ്കര അച്ചടക്കത്തിന്റെ വാളിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു കാലാണ് ഇപ്പോ. ആ കാലഘട്ടത്തിലെ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? നല്ല ഓർമ്മകളാണ്. വേളൊന്നും ഉണ്ടായിരുന്നില്ല. ശാന്തമായ നല്ല സ്നേഹമുള്ള അധ്യാപകരായിരുന്നു. അന്നത്തെ ആ കാലത്തെ അധ്യാപകർ ഓർമ്മയിൽ ആരുള്ളത്? എല്ലാവരെയും ഓർമ്മയുണ്ട്. എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക? എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, വളരെ അടുത്ത് ബന്ധപ്പെടുന്നവരാണ്. ഞാൻ ആ ചേരുന്ന സമയത്ത് ഒരു നാരായണൻ നമ്പൂതിരി മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. എന്നെ പഠിപ്പിച്ചിരുന്നത് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത് ഒരു കാർത്തികേയൻ ടീച്ചറാണ്. 2 പേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല.
പിന്നീട് ഗോവിന്ദൻ മാഷ് വന്നു, ഒരു കമലാക്ഷി ടീച്ചർ ഉണ്ടായിരുന്നു. അവരൊക്കെ 1, 2, 3 അങ്ങനെ പഠിപ്പിച്ചത്. അവരെ പഠിപ്പിക്കലും അവരുമായിട്ടുള്ള ഒരു ടച്ചൊക്കെ എങ്ങനെയായിരുന്നു ആ കാലത്ത്? നല്ല ബന്ധമായിരുന്നു. നല്ല ബന്ധം. നല്ല ബന്ധം. അവരൊരു റോൾ മോഡൽ ആയിരുന്നു. എന്താണ് അധ്യാപകരിൽ കണ്ട അന്നത്തെ, ഞാൻ ഇത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് കുട്ടികളോട് റോൾ മോഡൽ ആരാന്ന് വെച്ചാൽ അധ്യാപകർ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. പഴയ കാലത്ത് നമ്മളെ റോൾ മോഡലുകൾ അധ്യാപകരായിരുന്നു. നല്ല സ്നേഹം തരുന്നവരായിരുന്നു. പിന്നെ നമ്മളെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധമുള്ളവരാണ് എല്ലാവരും. അതുകൊണ്ടെന്ന് പറഞ്ഞൊരു എല്ലാവരെയും സ്നേഹിക്കുന്ന, വളരെ സമഭാവനയോട് ഇടപെട്ട് പെരുമാറുന്ന, എല്ലാവരും നന്നാവണം എന്ന് ആഗ്രഹിച്ച അധ്യാപകരായിരുന്നു. അടിയൊക്കെ കിട്ടുമായിരുന്നു ആ കാലത്ത്? അടി അപൂർവമായിട്ടാണ്. അപൂർവമായിട്ട്. അടി എന്ന് പറഞ്ഞാല് കിട്ടാത്തവരാരും ഉണ്ടാവില്ല ആ കാലത്ത്. ആ കാലത്ത് പക്ഷെ അടി എന്ന് പറഞ്ഞ ഒരു ഭീകരമൊന്നുമില്ല, ഇന്നത്തെ പോലെയൊന്നുമല്ല. ഒരു സ്നേഹത്തോടെയുള്ള അടിയാണ്. ശിക്ഷ നമുക്ക് മാത്രമേ പ്രതിഷേധമൊന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല. സന്തോഷത്തോടെ സ്വീകരിക്കുന്ന അടിയെ സന്തോഷത്തോടെ സ്വീകരിക്കും. അവിടെ കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാണ് പഠനം മാറുന്നത്? പിന്നെ 5ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചത് കുയിലൂർ, അതും ALP സ്കൂളാണ്. ഒരു 5ാം ക്ലാസ് വരെ മാത്രമുള്ള ഒരു സ്കൂളാണ്. അപ്പം രണ്ടാമത്തെ സ്കൂളായി. രണ്ടാമത്തെ സ്കൂൾ. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കൂർ ഗവൺമെന്റ് ഹൈസ്കൂളാണ്. മൂന്നാമത്തെ സ്കൂൾ. അതിലും അധ്യാപകരൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും, പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അങ്ങനെ ഒരു മോഡൽ ആരാ മനസ്സിൽ വന്നതെന്ന്? അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ വളർന്നു വന്ന സാഹചര്യം, പിന്നെ നമ്മുടെ എല്ലാം പറയാനുള്ള തുറന്ന് പറയണം എന്നുള്ളൊരു മനസ്സ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ അധ്യാപകരോടായാലും എല്ലാവരോടും തുറന്നു പറയുമായിരുന്നു. ചിലപ്പോൾ പ്രതിഷേധിക്കാറുണ്ട്. ആദ്യത്തെ പ്രതിഷേധം ഏത് സംഭവത്തിലാണ്? അങ്ങനെ പ്രതിഷേധിക്കുന്ന മനസ്സുണ്ടാവുമ്പോൾ ജീവിതത്തിൽ ആദ്യമായി വെമ്പി പ്രതിഷേധിച്ചു പോയിട്ടുണ്ടാവുമല്ലോ, അത് ഏത് കേസിലായിരിക്കും? അല്ല, വളരെ നിസ്സാരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് സെൻഡ് ഓഫിന് വേണ്ടിയിട്ട് നമ്മൾ അന്ന് ചെറിയ പൈസ എല്ലാവരും 50 പൈസ വീതം എടുത്തിട്ട് മിഠായി വാങ്ങി അവസാനം എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത്രയൊക്കെ അല്ലേ നമ്മൾ സെൻഡ് ഓഫ്, അത്രയൊക്കെ ഉണ്ടോ. ഇപ്പൊ സെൻഡ് ഓഫിന്റെ സമയത്ത് നമ്മള് വൈകുന്നേരം 7ാം ക്ലാസ്സിൽ അവിടെ പഠനം പൂർത്തിയാകുകയാണ്. അല്ല, അത് ഹൈസ്കൂളാണല്ലോ. അപ്പൊ ഓരോ വർഷവും ആ വർഷത്തിന്റെ സെൻഡ് ഓഫ് ഉണ്ട് ചെറിയ തോതില്. അപ്പൊ നമ്മള് മിഠായിയൊക്കെ വാങ്ങിക്കാനുള്ള കാശൊക്കെ കൊടുത്തു. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം സ്കൂളിൽ ക്ലാസ് മുറിയിൽ വെച്ച് കൊടുക്കാനാണ് തീരുമാനം, വിതരണം നടത്തുന്നത്. ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല, എല്ലാവരും പല ഭാഗത്താണ്. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അധ്യാപകൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടെ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ പോയി മിഠായി വാങ്ങി അവിടെ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു അത് ശരിയല്ല, നമ്മളൊരു പരിപാടി നിശ്ചയിച്ച ആ സമയത്ത് അവിടെ വെച്ച് തന്നെ നടത്തണം, മാറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കണം. ഇത് ഓരോരുത്തരും പോയിട്ട് എൻ്റെ പങ്ക് വാങ്ങിയിട്ട് പോകുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് 50 പൈസ കൊടുത്തിട്ട് മിഠായി വാങ്ങി ഞങ്ങൾക്ക് തിന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് പങ്കെടുക്കില്ലെന്ന്. അധ്യാപകൻ തന്നെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടിട്ട് ഞാൻ അതിന് പ്രതിഷേധിച്ചിട്ട് മാറി. ആദ്യത്തെ പ്രതിഷേധം അധ്യാപകൻ ചെയ്തത് നീതിയല്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അതിനെ ചോദ്യം, അത് വളരെ മാതൃകാപരമായ ഒരു മുന്നേറ്റമാണല്ലോ. ഞാൻ മാറി. അവിടെ നിന്നാണ് പ്രതിഷേധത്തിന്. അധ്യാപകൻ അതിനെ കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചോ? പിന്നീട് പ്രതികരിച്ചില്ല. കുറച്ചു കാലം എന്നോട് പേഴ്സണലായിട്ട് ഒരു ഗ്രഡ്ജ് കാണിച്ചിരുന്നു. ഹൈസ്കൂളിൽ ഞാൻ വന്നപ്പോൾ അദ്ദേഹം ഹൈസ്കൂളിലേക്ക് അധ്യാപകനായിട്ട് പ്രൊമോട്ട് ചെയ്തു വന്നു. കുറച്ചു കാലം എൻ്റെ ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ്. എപ്പോഴാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് സക്രിയമാകുന്നത്? ഞാൻ 7ാം ക്ലാസ് മുതലേ സജീവമാകുന്നത്. 7ാം ക്ലാസ് പറഞ്ഞ സംഘടന KSU ആയിരുന്നാണ്. KSU തുടർന്ന് സംഘടന KSU. പക്ഷെ വളരെ സജീവമായി വരുന്ന NSO രൂപീകരിക്കുന്നതോടുകൂടിയാണ് സംഘടന KSU NSO. സംഘടനാ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പോകാനായിട്ട് NSO വരുന്നു, അതോടുകൂടി സജീവമായി. അത് ഞങ്ങളുടെ നാട്ടിലെ ആ പ്രദേശത്ത് ഞാൻ താമസിക്കുന്ന ചുറ്റുപാടും അന്ന് സംഘടനാ കോൺഗ്രസ്സുകാരായിരുന്നു ഏറ്റവും. പ്രാദേശികമായിട്ടൊരു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ഒരു പാർട്ടി നേതാവായിരുന്നു കുഞ്ഞിക്കണ്ണൻ.
പിന്നെ നാട്ടിലൊരു നാരായണ്, അതുപോലുള്ള കുറേ അപ്പൊ ആളുകളുണ്ടായിരുന്നു. നാട്ടിൽ സംഘടനാ കോൺഗ്രസ്സുകാർ സജീവമായതുകൊണ്ട് സജീവമായിരുന്നു. അതിനോട് താല്പര്യം തോന്നി. അങ്ങനെ അതിനോട് അതിന്റെ താല്പര്യം ഭാഗമായി. തോന്നി അതിന്റെ ഭാഗമായിട്ട് അപ്പൊ എന്തായിരുന്നു സ്കൂളിൽ ഏറ്റവും ആദ്യം കിട്ടിയ ഒരു പോസ്റ്റ് എന്താണ്? യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് ആയിട്ട് സെക്രട്ടറി ആയിട്ടാണ് തുടക്കം. തുടക്കം. എത്ര കാലം? അത് ഒരു 2 വർഷം 10ാം ക്ലാസ് വരെ അല്ല 10-ലില്ല, അതിന് മുമ്പേ തന്നെ യൂണിറ്റ് മാറി. സെക്രട്ടറി ആയി. പിന്നെ ഞാൻ ഈ സ്റ്റുഡൻസിന്റെ രംഗത്തുള്ളപ്പോൾ തന്നെ യൂത്തിലേക്കും മാറിയിരുന്നു. സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ യൂത്തിലേക്ക് അതെങ്ങനെ യൂത്തിലേക്ക്. സാധിച്ചു? അന്ന് ഞാൻ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് സംഘടനാ യൂത്ത് കോൺഗ്രസിന്റെ വാർഡ് സെക്രട്ടറി ആയിട്ട് ഞാൻ അതേ സമയത്ത് തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ യൂത്ത് യൂത്തിന്റെ കോൺഗ്രസിന്റെ സ്വഭാവത്തിലേക്ക് മാറി. ആ, ചെറുപ്പത്തിൽ തന്നെ ഞാൻ പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് മാറി. എത്ര വയസ്സിൽ? എനിക്ക് തോന്നുന്നൊരു ഒരു 17 വയസ്സോടു കൂടി തന്നെ പാർട്ടിയുടെയും ഉത്തരവാദിത്വം വിദ്യാർത്ഥി ആയിരിക്കെ യുവജന പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നു. എത്തുന്നു. യുവാവായിരിക്കെ പാർട്ടി പാർട്ടി നേതൃത്വത്തിലേക്ക്. നേതൃത്വത്തിലേക്ക് എത്തുന്നു. ആദ്യം വരുന്ന പോസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഏത് പോസ്റ്റിലേക്ക് വരുന്നത്? പിന്നെ ഞാൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ആയി. ആ, അതായത് അന്നും പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി. പിന്നെ ഈ യുവജനതയുടെ അല്ല അപ്പൊ സംഘടനാ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായി അപ്പോഴത്തേക്കും. ആ. അത് കഴിഞ്ഞ് സംഘടനാ യൂത്ത് കോൺഗ്രസിന്റെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തോ? പിന്നെ ഇല്ല, ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് നിർത്തി. നിർത്തി. ഓക്കെ. അന്നത്തെ 10ാം ക്ലാസ് പറഞ്ഞ വലിയ സംഭവം തന്നെയാണ്. അത് ആയിരുന്നു. യെസ്. പിന്നെ ഞാൻ പാർട്ടിയുടെ യൂത്തിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായി. 17ാം വയസ്സിൽ. 18-19 18ാം വയസ്സാകും. വയസ്സിൽ അല്ലേ? ശരി. 19 വയസ്സോടുകൂടി. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ യുവജന പ്രസ്ഥാനത്തിൽ എത്തുന്നു. യുവജന പ്രസ്ഥാനത്തിൽ എത്ര വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ശരിക്കും? കുറെ വർഷം ഉണ്ടായിരുന്നു. അന്ന് ആ സംഘടന രൂപം എന്തായിരുന്നു അന്നത്തെ? ഇല്ല, ഇന്നത്തെ പോലെയല്ല, വളരെ സജീവമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ നടന്നുപോയി പാർട്ടി യൂണിറ്റുകൾ സംഘടിപ്പിക്കുന്നതിനും പാർട്ടി യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനൊക്കെ വളരെ സജീവമായിട്ട് തന്നെ അന്ന് ആ പ്രവർത്തിക്കുമായിരുന്നു. സംഘടനയുടെ പേര് ശരിക്കും എന്താണ്? അന്ന് സംഘടനാ യൂത്ത് കോൺഗ്രസ്, സംഘടനാ കോൺഗ്രസ്. സംഘടന MA ജോണല്ലേ ശരിക്കും? അല്ലല്ല. അല്ല. അന്ന് ആദ്യം കാമരാജ് ആയിരുന്നു പാർട്ടി കാമരാജ്. പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ട് ഇത് സാദിഖ് അലി പ്രസിഡന്റ് ആയിരുന്നു. കേരളത്തിലെ പിന്നീട് നേതൃത്വം അശോക് മേത്ത പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല, ആയിരുന്നു. കേരളത്തിലെ നേതൃത്വം ആരായിരുന്നു അന്ന്? കേരളത്തിലെ ആദ്യഘട്ടത്തില് കെ ശങ്കരനാരായൺ. അത് കഴിഞ്ഞ് കെ ശങ്കരനാരായണൻ. അത് കഴിഞ്ഞ് പിന്നെ ജനതാ പാർട്ടി കെ ഗോപാലേട്ടൻ ഇടക്കാലത്ത്. കെ ഗോപാലൻ. അതിനു മുമ്പേ ഇയാള് അലക്സാണ്ടർ പറമ്പിത്തറയായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം ഉണ്ടായിരുന്നു പ്രസിഡന്റായിട്ട്. വളരെ സീനിയർ ആയിട്ടുള്ള പാർട്ടി ലീഡർഷിപ്പിൽ അന്ന് ടി.ഒ. ബാവ പോലുള്ള KC അബ്രഹാം പോലുള്ള വളരെ പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയായിട്ട് ഈ ചെറുപ്പത്തിലെ ഈ വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കുമ്പോൾ തന്നെ ലിങ്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ല, കാണാനും പരിചയപ്പെടാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട്. ജില്ലാ നേതൃത്വത്തിൽ എന്ന് ആരുണ്ടായിരുന്നു തിങ്കളി? ഞാൻ സംഘടനാ കോൺഗ്രസിലുള്ളപ്പോൾ പി ഭാസ്കരനായിരുന്നു പ്രസിഡന്റ്. ജില്ലാ പ്രസിഡന്റ് ചെയർമാൻ ആയിരുന്നു പി ഭാസ്കരൻ. കണ്ണൂർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഭാസ്കരൻ. മുനിസിപ്പൽ ചെയർമാനും MLA ആയിരുന്നു ഭാസ്കരൻ. സംഘടനാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. അതുകൂടാതെ വേറെ നേതാക്കൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് അഡ്വക്കേറ്റ് N. രാഘവൻ, പിന്നീട് R. ഉണ്ണികൃഷ്ണൻ നായർ പാർട്ടിയിലുണ്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോൻ, ബാലചന്ദ്ര മേനോൻ. അവരൊക്കെ പിന്നീട് കോൺഗ്രസിലേക്ക് വന്ന ആളുകൾ, പിന്നീട് പോയവരാണ്. അഡ്വക്കേറ്റ് കെ ഗോപാലകൃഷ്ണൻ, അവരൊക്കെ പാർട്ടിയിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് താങ്കൾ അതിനുശേഷം പിന്നെ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഞാൻ ജനതാ പാർട്ടിയിലേക്ക് ഇവരൊക്കെ കോൺഗ്രസിലേക്ക് തിരിച്ചു. കുറെ പേര് കോൺഗ്രസിലോട്ട് പോയി. ജനതാ പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ജനതാ പാർട്ടി അടിയന്തരാവസ്ഥയിലെ ദേശീയ തലത്തിലെ എല്ലാ പാർട്ടികളും ലയിച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. ഇപ്പം നമ്മൾ ജനതാ പാർട്ടിയുടെ ഭാഗമായി. പിന്നെ തിരിച്ചു പിന്നെ ഞാൻ എല്ലാ കാലത്തും സംഘടനയിൽ ഉറച്ചു വിശ്വസിക്കും. നിന്നിടത്തുനിന്ന് മാറാറില്ല. അത് സ്റ്റേബിളാണ് എപ്പോഴും. അതാണോ ജനതാദൾ ഇത്ര ഘടകങ്ങൾ ഉണ്ടായിട്ട് ഒന്നിൽ തന്നെ നിൽക്കാൻ? വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയവർ പോലും പാർട്ടിയോടും ഞാൻ അവരോട് പോകാറില്ല. നിന്നതിൽ തന്നെ നിൽക്കും. ജനതാ പാർട്ടി എത്ര കാലം ജനതാ പാർട്ടി ആയിട്ട് നിന്നു താങ്കളുടെ ഓർമ്മയിൽ? കാരണം ഈ ജനതാ പാർട്ടി ജനതാദളിന്റെ ഒക്കെ കഥ പറയാൻ ലീഡർഷിപ്പിൽ കുറച്ച് വേറെ കോൺഗ്രസോ CPM ഒക്കെയാണ് ഇഷ്ടംപോലെ ആളുകൾ പറയാനുണ്ടാവും കഥകൾ. താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ എണ്ണം കുറവാണ്, പ്രത്യേകിച്ചും മലബാറിൽ. ശരിയല്ലേ? ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ആൾക്കാർ മറന്നുപോയി. ഞാൻ അതുകൊണ്ടാണ് എന്റെ ചോദ്യം, ജനതാ പാർട്ടി എന്ന പേര് എത്ര കാലം നിലനിന്നു? അന്ന് അതിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്?
ദേശീയ തലത്തിൽ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന തലത്തിലും. കാരണം ഇതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് കൂടി ഇതൊരു പാഠമാണ്, പാഠപുസ്തകമാണ്. ഇത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യലിസ്റ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ട് താങ്കളെപ്പോലുള്ളവർ പറയുമ്പോൾ ആ ക്യാൻവാസ് കുറച്ച് വലുതാകണമെന്ന് തോന്നി. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ശരിക്കും പലരും മറന്നുപോയ ഒരു കാര്യമാണ്. ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് മൊറാർജി ദേശായി തുടക്കം ഇന്ത്യയുടെ തുടക്കം ഷോർട്ട് പീരീഡിൽ ഭരണത്തിൽ വന്നതോടുകൂടി അദ്ദേഹം മാറി. പിന്നീട് എസ് ചന്ദ്രശേഖർ പ്രസിഡന്റ്, അതും ഒരു പ്രധാനമന്ത്രി. അതും അത് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി പ്രധാനമന്ത്രി എസ് ചന്ദ്രശേഖർ പാർട്ടിയിൽ നിന്ന് പോയിട്ടാണ് പ്രധാനമന്ത്രി. അന്ന് ഒരുപാട് നേതാക്കൾ ദേശീയ തലത്തിൽ പാർട്ടിയിലുണ്ടായിരുന്നു. ഓർമ്മ അതിപ്രഗത്ഭരാണ് എല്ലാവരും. ഇത് വാജ്പേയി, LK അദ്വാനി, ഇത് അശോക് മെഹ്ത്ത, പിന്നെ ജയപ്രകാശ് നാരായണ ഗ്രൂപ്പിൽ ജയപ്രകാശ് നാരായണല്ലോ ജനതാ പാർട്ടി രൂപം കൊടുക്കുന്നത്. എന്റെ ചോദ്യം അതാണ്. അതെ, അദ്ദേഹത്തിന് പാർട്ടി നേതാവല്ല, പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത ഫൗണ്ടർ എന്ന് പറയുന്നത് ഫൗണ്ടർ ജയപ്രകാശ് നാരായണൻ. കാരണം ഈ പുതിയ ജനറേഷൻ ജയപ്രകാശ് നാരായണൻ ഒന്നും അറിയില്ലല്ലോ. മൊറാർജി ദേശായി ഇങ്ങനെയുള്ള കുറെ മനുഷ്യരും ഇങ്ങനെ വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് പുതിയ തലമുറക്ക് അറിയില്ലല്ലോ. രാജ്നാരായണൻ, അതുപോലെ കാമരാജ്, പിന്നീട് ലല്ലു പ്രസാദ് യാദവ് ഒക്കെ ആ കൂട്ടത്തിലുണ്ടോ? അന്ന് അവര് ടോപ്പ് ലീഡർഷിപ്പിലല്ല, അവരൊക്കെ അതിന്റെ ജൂനിയർ ടീം, അതിന്റെ സെക്കൻഡ് ജനറേഷൻ ലീഡറുണ്ട്. പക്ഷേ ഇത് സഞ്ജീവ് റെഡ്ഡി, ചന്ദ്രശേഖരൊക്കെ കേരളത്തിലെ ലീഡർഷിപ്പിൽ ദേശീയ തലത്തിൽ പ്രസിഡന്റ് ആയിരുന്ന സഞ്ജീവ് റെഡ്ഡി ഉണ്ടായിരുന്നു. മധുദന്തവാദി ഉണ്ട്, പ്രൊഫസർ മധുദന്തവാദി. അതിപ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചുറുചുറുക്കുള്ള നിരയായിരുന്നു. കർപ്പൂരി ഠാക്കൂർ, ഒരുപാട് ആളുകളുണ്ട്. കേരളത്തിലോ? കേരളത്തിൽ അന്ന് അരങ്ങിൽ ശ്രീധരൻ, ചന്ദ്രശേഖരൻ, കെ ഗോപാലൻ, വീരേന്ദ്രകുമാർ അന്നുണ്ടായിരുന്നു. വീരേന്ദ്രകുമാർ ഉണ്ടെങ്കിലും ഇവരോടൊപ്പം അല്ല, തൊട്ട് താഴെ അവരുടെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ അവരുടെ രണ്ടാം നിരയായിട്ടാണ് വരുന്നത്. നമ്മളന്നേരം മൂന്നാമത്തെ നിരയാണ്, 3-ലോ 4-ലോ വരെ. ജനതാ പാർട്ടി എത്ര കാലം അങ്ങനെ ആ ലെവലിൽ നിന്നു ഈ ലീഡർഷിപ്പിന്റെ? 77, 80 പാർട്ടിയിൽ പിളർപ്പ് വന്നല്ലോ. അന്ന് ഏതാ ജനതാ പാർട്ടി പിളർന്നിട്ടാണോ ജനതാദൾ ഉണ്ടാകുന്നത്? അല്ലല്ല, അന്ന് ജനതാ പാർട്ടി ആയിട്ടാണ്. 80-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 82-ലാണ് പാർട്ടിയിൽ വീണ്ടും പിളർന്ന് BJP ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. 80-ലെ പിളർപ്പ് ശരിക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളല്ല. എന്തായിരുന്നു കാരണം? അധികാരമോഹമായിരുന്നു ശരിക്ക്. ആരൊക്കെ തമ്മിൽ അധികാരമോഹം? അന്ന് ചരൺ സിംഗിന് പ്രധാനമന്ത്രിയാവണം, ചന്ദ്രശേഖരന് പ്രധാനമന്ത്രിയാവണം. പലരും മൊറാർജിയെ വീഴ്ത്തി പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിച്ചിരുന്നു. ജോർജ് ഫെർണാണ്ടസ് അവിശ്വാസ പ്രമേയം വരുന്നത് അന്ന് വരെ മൊറാർജി ദേശായിയുടെ ഒപ്പം നിൽക്കുകയും പിന്നീട് കാലുമാറി അപ്പുറം പോവുകയും ചെയ്തതാണ്. അധികാരമോഹം അന്നേ ഉണ്ട്. താൻ പോരുമയും കൂടുതലായിരുന്നു. താൻ പോരുമ കൂടുതലായതുകൊണ്ടാണ് പാർട്ടിയിലെ ഇടയ്ക്കിടെ പിളർപ്പും അഭിപ്രായ വ്യത്യാസവും. അങ്ങനെ ജനതാ പാർട്ടിയും ജനതാ പാർട്ടിയും BJP ഉണ്ടായി. അപ്പം അപ്പുറത്ത് ലോക്ദൾ ഉണ്ടാക്കി, അവർ പോയി. പലരും പല രീതിയിൽ ജനതാ പാർട്ടി BJP. ജനതാ പാർട്ടി പൊളിഞ്ഞിട്ട് മൊത്തം എത്ര പാർട്ടി ഉണ്ടായി എന്ന് ശരിക്കും? ജനതാ പാർട്ടി ഒരു ഭാഗമുണ്ട്, BJP ഒരു ഭാഗത്തുണ്ട്, ലോക്ദൾ ഒരു ഭാഗത്തുണ്ട്. നീലലോഹിതദാസ് നാടാരൊക്കെയായിരുന്നു ലോക്ദളിന്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലെ? ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ശരിക്ക് പ്രകാശ് സിംഗ് ബാദല് പാർട്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചുപോയി. ഓരോ ഘട്ടത്തിലും ആളുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി. BJPയോടൊപ്പം വന്ന് വാജ്പേയിക്കൊപ്പം വേറെ ആരൊക്കെ ഉണ്ടായിരുന്നത്? രണ്ടാം നിര അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന LK അദ്വാനി, പിന്നെ ഒരുപാട് ലീഡേഴ്സ്. അല്ല, അപ്പൊ താങ്കൾ ആ സമയത്ത് ഏത് ഗ്രൂപ്പിനൊപ്പം നിന്ന്? ലോക്ദളിനൊപ്പമാണോ? അല്ല, ജനതാ പാർട്ടിയുടെ. ജനതാ പാർട്ടി. ഒടുവിൽ ജനതാ പാർട്ടി ഇല്ലാതായിട്ട് പിന്നെ എന്താ? ജനതാ പാർട്ടിയാണോ ജനതാദളായി മാറുന്നത്? ജനതാദളായി. അതെങ്ങനെയായിരുന്നു ആ പേര് മാറാനുള്ള കാരണം? അത് VP സിംഗ് ഒക്കെ പാർട്ടിയിലേക്ക് ചേർന്നതോടുകൂടി. VP സിംഗ് അതുവരെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? കോൺഗ്രസിലായിരുന്നു. വന്നപ്പോ ജനതാദള്. ഇതിനകത്ത് ആലോചിക്കേണ്ടത് മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, VP സിംഗ്, വാജ്പേയി എല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരായിരുന്ന ആളുകളാണ്. ചെറിയ സംഭവമല്ല ഇത്.
അതിൽ നിന്ന് ചരൺ സിംഗും ചരൺ സിംഗും പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രി. താങ്കള് ജനതാദളില് വി പി സിംഗ് കോൺഗ്രസിൽ നിന്ന് വന്നു. എന്തുകൊണ്ട് ജനതാ പാർട്ടി ഈ ജനതാദൾ എന്ന പേരിലേക്ക് വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്താണ്? അത് കുറെ പാർട്ടികൾ, അതിന്റെ കുറെ കോൺഗ്രസിനൊരു നല്ല വിഭാഗം ആളുകളും കുറെ ചെറു ഈ പാർട്ടികളും കോൺഗ്രസിന് അങ്ങനെ ആള് ചേർന്നിട്ടുണ്ട്. വരാനുള്ള കാരണം എന്താ താങ്കളുടെ ഓർമ്മയിൽ? അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരായിട്ട് അഴിമതി ആരോപണം ഉയർന്നു വന്നല്ലോ. രാജീവ് ഗാന്ധിക്കെതിരെ ഇന്ദിരാഗാന്ധി പോയതിനു ശേഷം 84 ഇന്ദിരാഗാന്ധി പോകുന്നത്, മരിക്കുന്നത്. അതിനുശേഷം രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിക്കെതിരായി ബൊഫേഴ്സ് ഉൾപ്പെടെയുള്ള ആരോപണം വി പി സിംഗിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ മാറ്റം ഉണ്ടായത് ബൊഫേഴ്സ് ആണ്. അത് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള നിലക്കാണ് ഈ ജനതാദൾ ഈ വി പി സിംഗ് ഉൾപ്പെടെ വന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറെ പേര് പാർട്ടി വിട്ടുപോയത് കൊണ്ട് പുതിയ ഫോർമേഷൻ എന്നുള്ളതിൽ ജനതാ പാർട്ടി രൂപീകരിക്കാൻ ജനതാദൾ വന്നു. 84 ജനതാദൾ ഉണ്ടാകുന്നത്. 87 വി പി സിംഗിന്റെ നേതൃത്വം അല്ലേ? 84 ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു. അല്ലേ? ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം ഉണ്ടായല്ലോ മൊത്തത്തിൽ പ്രതിപക്ഷത്തിന്. അപ്പോൾ പിന്നീട് 87 ജനതാദളായി 91 പിന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് അല്ലേ? ആ ജനതാദൾ സെൻട്രലിൽ വരുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് ഘടകത്തിൽ ആരൊക്കെയാന്നുള്ളത്? സ്റ്റേറ്റ് ഘടകത്തിലാണ് ജനതാദളിൽ ജനതാ പാർട്ടിയിൽ ഒപ്പം നിന്ന ആളെന്നുള്ളതിലൊക്കെ. അപ്പൊ സ്റ്റേറ്റ് ലെവലിൽ ആരൊക്കെയുള്ളത്? സ്റ്റേറ്റ് ലെവലില് അരങ്ങൻ ശ്രീധരനും MP വീരേന്ദ്രകുമാർ, നീലലോഹിതദാസ് നാടാർ, ഇവരൊക്കെയാണ്. അന്ന് വീരേന്ദ്രകുമാർ സജീവമായിട്ടുണ്ടായിരുന്നു. P. വിശ്വംഭരൻ ഉണ്ടായിരുന്നു. അരങ്ങൻ ശ്രീധരൻ ഉണ്ടായിരുന്നില്ല. അരങ്ങൻ ശ്രീധരൻ ഉണ്ട്. അപ്പൊ ഈ ലോക്ദൾ അന്നേരം ഉണ്ടല്ലോ. ലോക്ദളിന്റെ പാർട്ടി നീലലോഹിതദാസ് നാടാറാണോ? ലോഹിദാസ് നാടാറ് ലോക്ദൾ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ ജനതാദൾ ലയിച്ചു വന്നു. അന്ന് കണ്ണൂർ ജില്ലയിലെ ലീഡർഷിപ്പിൽ നിങ്ങൾക്ക് പുറമെ വേറെ ആരൊക്കെ? നിസാർ അഹമ്മദ് ഒക്കെ അന്ന് എങ്ങനെയാണ്? നിസാർ അഹമ്മദ് പാർട്ടിയുടെ ജില്ലാ തലത്തിലും ഈ വിവേചന രംഗത്തും വളരെ സജീവ, വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും പാർട്ടിയിലും എന്നെക്കാളും സീനിയർ ആയിട്ടുണ്ടായിരുന്നു. ഈ AP കൃഷ്ണൻ ആ സമയത്ത് സോഷ്യലിസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് കൂടി ഉണ്ടായിരുന്ന ഞാൻ 86 നേരത്തെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലുണ്ട്. 86 ജില്ലാ വൈസ് പ്രസിഡന്റ്. നിസാർ അഹമ്മദ് 86 പാർട്ടി ജില്ലാ പ്രസിഡന്റ്. AP കൃഷ്ണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ അന്ന് പാർട്ടി ജില്ലാ ട്രഷറർ. കാലത്ത് കുറച്ചു കാലം നിങ്ങളുടെ ജനതാദൾ ആഫീസിന്റെ സെക്രട്ടറി ആയിട്ട് ഒരു മാസം എനിക്കറിയാം. ഞാനന്ന് ജില്ലാ ട്രഷറാണ്. അപ്പം ചെറിയ പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ നിസാർ അഹമ്മദ് രാജിവെച്ചപ്പോൾ പ്രസിഡന്റ് ചുമതല AP കൃഷ്ണൻ സീനിയർ എന്നുള്ള AP കൃഷ്ണൻ നമ്മുടെ സമാജ്വാദി കോളനി ഒക്കെ ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളൊക്കെ പറയും. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ്? അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ വന്നതാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ ഭാരവാഹിയായിരുന്നു. വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചാണ്. താഴെത്തട്ടിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും ഇതിനെ അവശ്യ വിഭാഗങ്ങൾ, തെരുവിൽ കിടക്കുന്ന സമാജ്വാദികളെ സംരക്ഷിച്ച് ആ കോളനി രൂപീകരിക്കുന്നതിന് നേതൃത്വം കൊടുത്തു അയാളാണ്. അതുപോലെ കൈവണ്ടി സമരം ഉൾപ്പെടെ ഈ കൈവണ്ടി വലിച്ചു ഞാനില്ല. ഞാൻ അന്നേരം കൂടുതലും മലയോര മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. കാരണം അതിനു മുമ്പാണ്, ജനതാ പാർട്ടിക്ക് മുമ്പാണ് ആ സമയത്ത് മുന്നേറ്റം നടക്കുന്നത്. അന്ന് അദ്ദേഹത്തോടൊപ്പം തായത്ത് രാഘവനെ പോലുള്ള സൃഷ്ടികൾ ഉണ്ടായിരുന്നു. PR കുറുപ്പ് വരുന്നത് ജനതാ പാർട്ടിയിലേക്കാണ്. അപ്പൊ PR കുറുപ്പിന്റെ കാര്യം പറയുമോ? PR കുറുപ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു ചോര തിളക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പാനൂരിന്റെ മണ്ണിൽ. PR കുറുപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എങ്ങനെയാണ് തുടങ്ങുന്നത് താങ്കളുടെ ഓർമ്മയിൽ? താങ്കൾ അറിയുന്ന PR ഞാൻ ശരിക്കും പരിചയപ്പെടുന്നത് കേട്ടറിവാണ് കൂടുതൽ. PR-നെ കുറിച്ച് നേരിട്ട് പരിചയപ്പെടുന്ന താങ്കൾ കേട്ടിരുന്നത് എന്താണ് PR-നെ കുറിച്ച്? ഒരു വലിയ നല്ല സംഘാടകനാണ്, ഒരു ധീരനായ ഒരു പോരാളിയാണ്. ആളുകളെ കൂടെ നിർത്താനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും മടിയില്ലാത്ത, അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരാളായിട്ടാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. ഞാൻ 78 കണ്ണൂരിൽ താമസം തുടങ്ങുന്നത്.
എന്തുകൊണ്ട് കണ്ണൂരിലേക്ക് വന്നു ഇരിക്കൂർ എന്ന ഗ്രാമത്തിൽ നിന്ന്? ഈ ചില സംഘടനാ പ്രവർത്തനങ്ങളുടെ സൗകര്യവും അതോടൊപ്പം ചില ചുമതലകൾ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അത് അന്ന് എം പി കാലവില് നിസാർ അഹമ്മദൊക്കെ കൂടി ഒരു വാരിക നടന്നു. ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. കോൺഗ്രസ് അതിന് ശേഷമാണ്. അതാണ് ഞാൻ അപ്പോൾ അവരൊരു വാരിക നോക്കുന്നുണ്ടായിരുന്നു, ഇറക്കുന്നത് ദ്വൈവാരിക. അപ്പം അതിൻ്റെ പ്രൂഫ് റീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്നെ കണ്ണൂരേക്ക് വിളിച്ചതാണ്. അപ്പോൾ സംഘടനാ പ്രവർത്തനവും ഇതും എല്ലാം കൂടി ഒന്നിച്ച് നടത്താം എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ 78 കണ്ണൂരേക്ക് വന്ന് താമസം തുടങ്ങുന്നത്. അപ്പം ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ അന്നത്തെ ലോഡ്ജ് വുഡ്ലാൻഡ്സ് ലോഡ്ജ്. അപ്പൊ അവിടെയാണ് ഞങ്ങള് 5 വർഷത്തോളം അവിടെ ഉള്ളിലേക്ക് പോകുന്ന റോഡ് ഇപ്പോഴത്തെ ഷിഫോനക്സിന്റെ കർസൻദാസിന്റെ ന്യൂസ് സ്റ്റോറിന്റെ ഒക്കെ ഇടയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ന്യൂസ് സ്റ്റോറിന് അടുത്ത് നേരെ പോയിട്ട് റൈറ്റിലേക്ക്. അപ്പം വുഡ്ലാൻഡ്സില് താമസിക്കുന്ന സമയത്ത് അവിടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസർ DPO ഒരു ഐപ്പ് സാറുണ്ടായിരുന്നു. ഐപ്പ് സാറിനെ കാണാൻ വേണ്ടി PR ഇടക്കിടക്ക് അവിടെ വരും. ചില പ്രശ്നങ്ങൾ ഡിസ്കസ് അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ പുറത്തൊക്കെ വരുമ്പോൾ PR ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഉലാത്തുന്നുണ്ടാവും. ഒരു ദിവസം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോൾ PR കുറിപ്പാണെന്ന് പറഞ്ഞു. ഞാൻ കയറി പരിചയപ്പെടാൻ പോയില്ല. ഒരു സെന്നെ കണ്ടപ്പോൾ വിളിച്ചു, അപ്പോൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചുമലിൽ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മനഃശാസ്ത്രം. ശരിക്കും നമ്മളിലേക്ക് അടുപ്പിച്ച് നിർത്തുക. അങ്ങനെ ചുമലിൽ കൈയിട്ട് എന്നോട് പറഞ്ഞു, എങ്ങനെയുണ്ട് രാഷ്ട്രീയം പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? എനിക്ക് നിങ്ങളെ അറിയാം. അതാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ കേട്ടറിയല്ലാതെ കണ്ടറിയും കുറവായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ചിന്ത വന്നു ഐപ്പ് സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ പാർട്ടിയിലില്ല? ഇല്ല. പിന്നീടാണ് പാർട്ടിയിലേക്ക് വരുന്നത്, ജനതാദളിലേക്ക് വരുന്നത്. ജനതാദളിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടീമായിരുന്നു. അല്ല, സോഷ്യലിസ്റ്റ് ആയിരിക്കുമ്പോഴും കോൺഗ്രസ് ആയിരിക്കുമ്പോഴും CPM ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളോട് വന്നപ്പോൾ CPM-ന്റെ കൂടെ ആയിരുന്നു, വീണ്ടും കൂടെയായി. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടായിരുന്നു ആലോചിക്കുന്നു. ഞാനപ്പോ പാർട്ടി ജില്ലാ ഭാരവാഹി. അദ്ദേഹം വരുമ്പോ ജില്ലാ ഭാരവാഹിയാണ്, ജില്ലാ ട്രഷറർ. അന്ന് ജില്ലാ പ്രസിഡന്റ് AP കൃഷ്ണൻ. അല്ലല്ല, നിസാർ അഹമ്മദ് മാറിയിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലേ പവിത്രനായിരുന്നു എന്നൊരു സംശയം. അങ്ങനെ ആ ഒരു ജനതാദൾ എന്ന പ്രസ്ഥാനത്തിന്റെ അതോടൊപ്പമുള്ള യാത്ര. അപ്പം ജില്ലാ കമ്മിറ്റിയിൽ വരുന്നു, ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏത് ഇയറിലാണ് ശരിക്കും? ഞാൻ 1999 പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആവുന്നത്. അത് 2000 തുടങ്ങും, ഡിസംബർ ലാസ്റ്റിലാണ്. 99 ഡിസംബർ ലാസ്റ്റിലാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആവുന്നത്. എങ്ങനെയാ പാർട്ടി ജില്ലാ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്? തെരഞ്ഞെടുപ്പിലൂടെ. അന്ന് എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? ജനതാദളിൽ ശരിക്ക് ജനാധിപത്യ രീതിയിൽ തന്നെ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പും നടക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലേ? ജനാധിപത്യപരമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. നല്ല വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കും എല്ലാ തവണയും. അന്ന് പ്രസിഡന്റ് പദവിയിലെത്തി. എത്ര കാലം ജില്ലാ പ്രസിഡന്റ്? ഞാൻ ആ തവണ ഏകദേശം 8 വർഷത്തോളം പാർട്ടി പ്രസിഡന്റ് തുടർച്ചയായിട്ട് ജനതാദളിനെ ജില്ലയിൽ നയിച്ചു. ആ കാലത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഓർമ്മയിൽ? പ്രവർത്തനത്തെ വളരെ സജീവമായിരുന്നു നമ്മളെല്ലാവരും തന്നെ. പാർട്ടി കീഴ്ഘടകങ്ങളിൽ പോവുക, പ്രവർത്തക യോഗങ്ങൾ വിളിച്ചു വിട്ടുക, കമ്മിറ്റികളിൽ പങ്കെടുക്കുക, വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം അവിടുന്ന് നമ്മുടെ വീരേന്ദ്രകുമാർ പാർട്ടി വിട്ടുപോയതിന് ശേഷം ആണ് ഞാൻ പാർട്ടിയുടെ 2009 പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് മാറുന്നത്. വീരേന്ദ്രകുമാർ പിന്നെ വേറെ പാർട്ടി വിട്ടിട്ട് അത് ആരുമായിട്ടുള്ള പ്രശ്നത്തിലാണ് വീരേന്ദ്രകുമാർ പാർട്ടി വിടുന്നത് ശരിക്കും? ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോഴിക്കോട് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ്
ഇടതുപക്ഷ CPM ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് വീരേന്ദ്രകുമാർ പാർട്ടി വിട്ടുപോകാൻ കാരണം. പാർട്ടി വിട്ടിട്ട് അദ്ദേഹം ഏത് പാർട്ടി ഉണ്ടാക്കിയത് പിന്നെ? അദ്ദേഹം അന്ന് ശരിക്ക് ജനത അല്ല, ജനത എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പാർട്ടിയായിട്ട് മാറുകയായിരുന്നു ശരിക്കും. അദ്ദേഹം ചെയ്തത് വീരേന്ദ്രകുമാറിന്റെ ഒരു പാർട്ടി, ഒരു ജനത വീരേന്ദ്രകുമാർ വിഭാഗം, വിഭാഗമായിട്ട് ജനതാദൾ വീരേന്ദ്രകുമാർ വിഭാഗം. അദ്ദേഹം ദേശീയ തലത്തില് ദേവോട് എടുക്കുന്ന അംഗീകാരം വാങ്ങാൻ ശ്രമിച്ചു, നടന്നില്ല. ഞങ്ങള് വളരെ സജീവമായി ഇന്ത്യയുടെ ഭൂരിപക്ഷം പ്രധാനമന്ത്രിമാരും ജനതാ പാർട്ടിയും ജനതാദളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായവരാണ്. അത്രയധികം പ്രധാനം. ഇപ്പൊ ദേവഗൌഡയുടെ പേര് വരുമ്പോ അദ്ദേഹം പ്രധാനമന്ത്രി, VP സിംഗ്, ദേവഗൌഡ, VP സിംഗ്, മൊറാർജി ദേശായി, ചരൺ സിംഗ്, ചന്ദ്രശേഖരൻ, ഒരു അര ഡസൻ പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് സമ്മാനിച്ച VP സിംഗ് അടക്കം അര ഡസൻ പ്രധാനമന്ത്രിമാർ രാജ്യത്ത് സമ്മാനിച്ച ഒരു പ്രസ്ഥാനമാണ്. എന്നിട്ട് ഇങ്ങനെ ഈ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പോലെ ഒരു വലിയ വളർച്ച കേരളത്തിലെ പ്രസ്ഥാനത്തിന് ഉണ്ടാകാതിരുന്നത്? ഇപ്പോഴും ബീഹാർ പോലുള്ള സ്ഥലത്ത് ഈ രാംവിലാസ് പാസ്വാനൊക്കെ ആ സമയത്ത് ലല്ലു പ്രസാദ് യാദവ് നേതൃത്വത്തിലുണ്ടായിരുന്ന ആളാണ്. ഈ ജനതാദൾ ഇടക്കിടക്ക് ഇങ്ങനെ പിളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ ജനതാദൾ? അത് ഇപ്പം എന്റെ ലോക് താന്ത്രിക് ജനതാദൾ എസ്, പിന്നെ ലോക്ദള്, അങ്ങനെ കുറെ ജനതാദളുകൾ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ ജനതാദളില് ഒരുപാട് പാർട്ടികൾ. എന്താ അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഇടക്കിടക്ക് ഈ കേരള കോൺഗ്രസുകളെ പോലെ തന്നെ പിളരുന്ന ഒരു സാധനമായിട്ട് ജനതാദൾ മാറുന്നുണ്ട് ഇപ്പോഴും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നേതാക്കളൊക്കെ താൻ പോരുമ കൂടിയവരാണ്. സോഷ്യലിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമാണ്. എന്താണ് അതിന്റെ സ്വഭാവം? താങ്കൾ കാണുന്ന ഒരു സ്വഭാവം എന്താ? അതിന്റെ പരസ്പരം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവം, ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തൻ്റെ കൂടെ നിർത്തുക, തൻ്റെ അധികാരം നിലനിർത്തുക, തൻ്റെ അധീനതയിൽ നിർത്തുക എന്നുള്ളൊരു സ്വഭാവം അവർ കാണിക്കും. അതുകൊണ്ട് നേതൃത്വ തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് വരുമ്പോൾ അവർ പാർട്ടി പുലർത്തിപ്പോകും, വീണ്ടും യോജിക്കും, വീണ്ടും പുലർത്തും. ആ ഒരു പ്രക്രിയ തന്നെയാണ് ജനതാ പാർട്ടിയിലുണ്ടായത്. പണ്ടതുണ്ടായിരുന്നില്ല. കോൺഗ്രസിനോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതുപോലെ ആശയ സംഘടനകളും പിളർപ്പുകളും ഉണ്ടാവില്ല. സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നതിന് ശേഷമാണ് ജനതാ പാർട്ടിയും ഇത്തരത്തിൽ പിളർപ്പിലേക്ക് മാറിക്കൊണ്ടിരുന്നത്. സോഷ്യലിസ്റ്റുകൾക്ക് അങ്ങനെ അവർ ഒത്തിരി താഴെ ജനങ്ങൾക്കൊപ്പമാണ് സഞ്ചരിക്കുക. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, താൻ പോരുമ കൂടുതലാണ്. കണ്ണൂർ ജില്ലയിൽ പിന്നെ നേതൃത്വത്തിൽ ആരാ താങ്കളോടൊപ്പം ഉണ്ടായിരുന്നു? നിസാറിനൊക്കെ പുറമെ ഉണ്ടായിരുന്നു. പവിത്രന്റെ ഒക്കെ പേര് പറഞ്ഞു, വേറെ പവിത്രേട്ടുണ്ടായിരുന്നു, നമ്മള് ഒരുപാട് ആളുകളുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇപ്പൊ ഈ വീട് വിട്ട് ഇങ്ങോട്ട് താമസം മാറ്റി ഇവിടെ സജീവമായ മാതാപിതാക്കളുടെ ഒരു നിലപാട് എന്തായിരുന്നു? അല്ല, അതില് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും അവർ പറയാറില്ല. കാരണം ഞാൻ എൻ്റെതായ വഴി തിരഞ്ഞെടുത്തു എന്നുള്ള രീതിയിലേ കാണാറുള്ളൂ, അതിനപ്പുറത്തേക്ക്. പക്ഷെ ഞാൻ കണ്ണൂരിലേക്ക് വന്നെങ്കിലും കണ്ണൂരിലുള്ളതുപോലെ തന്നെ ഞാൻ ഇരിക്കൂറുമായിട്ടും എൻ്റെ പ്രദേശവുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ആഴ്ചയിലൊരു 3-4 ദിവസമെങ്കിലും മിനിമം അവിടെ പോവുകയും ആളുകളായി ബന്ധപ്പെടുകയും ആ പ്രദേശങ്ങളിലുള്ള മൊത്തം കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ അവിടെയും ആയിട്ടുള്ള ബന്ധപ്പെട്ടില്ല. ഇരിക്കൂറുള്ളവർക്ക് ഞാൻ ഇരിക്കൂറുകാരനും കണ്ണൂരിലുള്ളവർക്ക് ഞാൻ കണ്ണൂരുകാരനുമാണ്. പരസ്പരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി പദത്തിലെത്തിയിട്ട് എത്ര വർഷമായി? 2009 മുതൽ 16 വർഷമായി പോസ്റ്റിലിരിക്കുന്നു. ഇടയ്ക്ക് വീണ്ടും ജില്ലാ പ്രസിഡന്റ് ചുമതല ഞാൻ ഏറ്റെടുത്തു. അത് ഒരു ഘട്ടത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന രാമേന്ദ്രനെ നീക്കം ചെയ്തിട്ട് കെ രാമേന്ദ്രനെ നീക്കം ചെയ്ത് പുതിയ കമ്മിറ്റി അനൗൺസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡാനിഷ് അലി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ട് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം താൽക്കാലിക ചുമതലയാണ്. ഡാനിഷ് അലി രാജകുടുംബത്തിലൊക്കെ പെട്ട ഒരു ആളല്ലേ? UP-യിലെ ഒരു പ്രധാനപ്പെട്ട കുടുംബത്തിലേക്കും കോൺഗ്രസിലേക്കും പോയില്ലേ? അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹവും സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു, എന്നോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ചുമതല കുറച്ചു കാലം അന്നോ ഇപ്പോ മാത്യു ടി തോമസ്. മോഹന്റെ ജനതാദളോ? അത് RJD. അതില് ശ്രേംസ് കുമാറാണ് പ്രസിഡന്റ്. ഇപ്പൊ നിലവിൽ കേരളത്തിൽ എത്ര ജനതാദളുണ്ട്?
ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ്, ആ. RJDയും ഞങ്ങളും. പിന്നെ ലോക്ദൾ ഇപ്പൊ ഉണ്ടോ? ലോകത്തിൽ കേരളത്തിൽ നാമമാത്രമായിട്ട് ചില പാർട്ടികളൊക്കെ ഉണ്ട്, ആ. എന്നല്ലാതെ മെയിൻ സ്ട്രീമിൽ ഞങ്ങൾ രണ്ടുപേരും. ജനതാദൾ രണ്ടെണ്ണേ ഉള്ളൂ. എപ്പോഴെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുണ്ടോ? ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ല, ശ്രീമതി ടീച്ചർ ജില്ലാ പഞ്ചായത്ത് ബാലേട്ടൻ ജില്ലാ കൗൺസിൽ പ്രസിഡന്റായിരുന്നു. ജില്ലാ കൗൺസിലിന് ശേഷമാണ് ജില്ലാ പഞ്ചായത്ത് വരുന്നത്. ഫസ്റ്റ് ജില്ലാ പഞ്ചായത്തില് ഞാൻ ഇരിക്കൂർ ഡിവിഷനിൽ നിന്ന് മത്സരിച്ചിരുന്നു. ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു. അതിൻ്റെ ഒരു വേറെ തിക്താനുഭവം ഉണ്ടായിരുന്നു. എന്താണ്? പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം രഹസ്യമായ വിവരങ്ങൾ ചോർത്തി കൊടുത്ത് എതിർകക്ഷിനെ സഹായിച്ചുകൊണ്ട് വന്നു. എല്ലാ പാർട്ടിയിലും ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നു. അങ്ങനെ വന്നതാണ്. അത് വേറെ ഒന്നല്ല. നമ്മളെ തന്ത്രങ്ങൾ എതിർകക്ഷികൾക്ക് ചോർത്തി. ആ തന്ത്രങ്ങളെ അവർക്ക് പരാജയപ്പെടുത്താൻ പറ്റി. ഞാനും മമ്പറും ദിവാരും തമ്മിലായിരുന്നു. ദിവാരനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ വിവരങ്ങൾ കൈമാറിയെന്നുള്ള ദിവാരം തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിട്ടില്ല. അതോടുകൂടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. എന്തോ അങ്ങനെ മാറി നിന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണോ? അല്ല, അതിനകത്ത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വേറെ ഏത് പോസ്റ്റിലേക്കാണ് സർക്കാർ തലത്തിൽ പിന്നെ വന്നത്? ഞാൻ അതിന് മുമ്പേ വന്നിരുന്നു. ഞാൻ ഇരിക്കൂർ BDC ചെയർമാനായിരുന്നു. ബ്ലോക്ക് ഡെവലപ്മെന്റ്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതെന്താ ആ പോസ്റ്റിലുള്ള പണി? അത് പണി എന്ന് പറഞ്ഞാൽ ഈ NES ബ്ലോക്കിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് വരുന്ന ഫണ്ടുകൾ. ഇന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പകരം അന്നുണ്ടായിരുന്ന ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. തുല്യമായ ഒരു സ്ഥാനമായിരുന്നു. അത് കഴിഞ്ഞ് അത് എത്ര വർഷം ഉണ്ടായിരുന്നു? അത് 2 വർഷം. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കലാണ് അന്നത്തെ പണി. അത് കഴിഞ്ഞ് അന്ന് കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ BDC ചെയർമാനായിരുന്നു. വണ്ടിയൊക്കെ ഉണ്ടോ? വണ്ടി ഇല്ല. അത്യാവശ്യത്തിന് നമ്മൾ ബ്ലോക്ക് BDO ഉപയോഗിക്കുന്ന വണ്ടി ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഞാനത് ഉപയോഗിക്കാറില്ല. നിങ്ങളുടെ സെക്രട്ടറി പോസ്റ്റിൽ BDO ആണോ ഉണ്ടാകുക? BDO ആണ് അതിന്റെ. അത് കഴിഞ്ഞ് ഞാൻ തലശ്ശേരി ദേവസ്വം ഏരിയ കമ്മിറ്റിയുടെ ബോർഡ് മെമ്പറായിരുന്നു. അന്ന് ബോർഡ് ചെയർമാൻ ഇല്ല, ബോർഡ് അംഗങ്ങൾ മാത്രമല്ലോ. ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അതും 2 വർഷത്തിലധികം ഉണ്ടായിരുന്നു. പിന്നീട് വരുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് KSIEയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടാണ്. അതിൽ 4 വർഷത്തോളം KSIയുടെ ഡയറക്ടറായിരുന്നു. പിന്നീട് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് തിരുവനന്തപുരം, അതിൻ്റെ ചെയർമാൻ പദവിയിൽ. എത്ര കാലം? 2 വർഷം. അത് കഴിഞ്ഞ് KTDCയുടെ ഡയറക്ടറായിരുന്നു. ഇത്തവണ ഒരു സ്ഥാനവും വേണ്ട എന്ന് ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പറഞ്ഞു. എന്തുകൊണ്ട്? തുടർച്ചയായ ഒരേ ആളുകൾ വരുന്നതിനെതിരായിട്ട് ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ മത്സരിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം MLA തുടർച്ചയായി മത്സരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം. ഈ ആയിക്കഴിഞ്ഞാൽ അവസാനം വരെ അവർ എന്നുള്ള സമീപനം ശരിയല്ല എന്ന് പറഞ്ഞു. അന്ന് പാർട്ടിയുടെ മന്ത്രിയായിരുന്ന K. കൃഷ്ണൻകുട്ടി അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു, ദിവാരൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു, ഇനി ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഡിക്ലെയർ ചെയ്യും. ആ പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇനി സ്ഥാനങ്ങൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. പുതിയ ആളുകൾക്ക് കൊടുക്കണം. പക്ഷെ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ പഴയ ആളുകൾ സ്ഥാനം നിലനിർത്തി. ഞാൻ മാറിക്കൊടുത്തു. പുതിയ ആളുകൾക്ക് വേണ്ടത്ര അവസരം കിട്ടിയെന്നുള്ള അഭിപ്രായം എനിക്ക് ഇപ്പോഴും ഇല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും 40 വർഷമൊക്കെ MLA ആയിരുന്ന ആളുണ്ടല്ലോ. എത്ര ചെറുപ്പക്കാരുടെ ഭാവിയാണ് നശിപ്പിച്ചത്. അങ്ങനെയുള്ള മാറണം എന്നുള്ളൊരു അഭിപ്രായം മാറേണ്ടതുണ്ട്. പിന്നെ താങ്കൾ കൊടുത്ത പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മയിൽ? നേതൃത്വം കൊടുത്ത സമരങ്ങൾ അല്ലെങ്കിൽ അണിനിരുന്ന സമരങ്ങൾ? കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ പ്രതിഷേധമാണ്. മിക്കവാറും എല്ലാ സമരരംഗത്തും ഞാൻ സജീവമായിട്ട്. ഏറ്റവും ഓർമ്മയിലുള്ള പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്?
സമര രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായ സമരമാണ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവാത്മകമായ സ്ഫോടനാത്മകമായ സമരം സമരമില്ല, ഇല്ല സംഘർഷമില്ല. ഇല്ല ഉണ്ടാകാറില്ല സാധാരണഗതി. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രക്ഷോഭങ്ങളിൽ ചിലപ്പോൾ സ്ഫോടനാത്മകം ആകാറുണ്ട്. അതിൽ ഞാൻ ഓർക്കുന്നത് മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട് SP ഓഫീസ് മാർച്ചായിരുന്നു. SP ഓഫീസ് മാർച്ച് നടക്കുമ്പോൾ അതിൻ്റെ മുൻനിരയിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ലാത്തി ചാർജ് തുടങ്ങും. എന്നെ ഒരു ഉദ്യോഗസ്ഥന്, പേര് പറയുന്നില്ല, മുമ്പിൽ നിന്ന് പിടിച്ച് പിറകിലോട്ട് തള്ളുകയായിരുന്നു. പിടിച്ചു വലിച്ചു. പോലീസ് ഉദ്യോഗസ്ഥൻ സഹായിച്ചു എന്നല്ല, അയാൾ എന്നെ ഒഴിവാക്കിയെന്നാണ് അതിന് പറയുന്നത്. അടിക്കാതിരിക്കാൻ വേണ്ടി മുമ്പിൽ നിന്ന് പിടിച്ച് പിറകോട്ട് തള്ളി മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാ മാറുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് ലാത്തി ചാർജ് കൊടുക്കുന്നത്. പിടിച്ചു മാറ്റിയിട്ട് അടി തുടങ്ങി. ശരിക്കും അന്നൊക്കെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എനിക്കൊരു നല്ല ബന്ധമുണ്ടായിരുന്നു. ദീർഘകാലമായിട്ട് ഞാൻ എല്ലാ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് വ്യക്തിപരമായ സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടവും അത് തന്നെയാണ്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വിവിധ തരങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ. ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, വിവിധ തലങ്ങളിലുള്ള ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരാളിൽ ലീഡർഷിപ്പില് പിണറായി ഉൾപ്പെടെയുള്ള നേതൃനിരയൊക്കെ ആയിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? വളരെ നല്ല ബന്ധമായിരുന്നു. എങ്ങനെയാണ് പിണറായിയൊക്കെ വിലയിരുത്തുന്നത്? പിണറായി ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ്. കാരണം ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കും. കൂടെ നിൽക്കുന്നവരെ അദ്ദേഹം സംരക്ഷിക്കും. ന്യായമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് സഹായിക്കാൻ പറ്റില്ല എന്ന് പറയും, തീർത്തു പറയും. തുറന്ന കാഴ്ചപ്പാട്, തുറന്ന അഭിപ്രായം പറയുന്ന, എന്നാൽ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ശരിക്കും 80കളുടെ അവസാനം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പിണറായി, കോടിയേരി ബാലകൃഷ്ണൻ, EP ജയരാജൻ, T ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ ഇരുന്ന സിറ്റി നേർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ് ജില്ലാ തലത്തിൽ. വീരേന്ദ്രകുമാർ പാർട്ടി വിട്ടുപോയ സമയത്ത് ജനതാ പാർട്ടി രൂപീകരിക്കുന്നതിൽ ഞങ്ങളൊരു 3-4 ജില്ലാ പ്രസിഡന്റുമാരാണ് മുന്നിലുണ്ടായിരുന്നത്. അതിൽ ഞങ്ങളുടെ പാർട്ടി രൂപീകരണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് പിണറായി വിജയനായിരുന്നു. എനി ടൈം അദ്ദേഹത്തെ വിളിച്ചാൽ എടുക്കാൻ പറ്റുമെങ്കിൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അത് രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും മാതൃകാപരമായി. അതെ, ആര് വിളിച്ചാലും. അപ്പൊ ഞാനൊരു തവണ ചോദിച്ചു, വിജയേട്ട എത്ര മണിവരെ നിങ്ങളെ വിളിക്കാം? 11 മണിവരെ നിങ്ങൾ വിളിച്ചു, ഞാൻ ഫോൺ എടുക്കും. 11 മണിക്ക് ഞാൻ ഓഫ് വെക്കും. അതുകൊണ്ട് 11 മണിക്ക് ശേഷം ഞാൻ എടുക്കില്ല. അങ്ങനെ ഏത് സമയത്തും അദ്ദേഹത്തെ നേരിട്ട് കാണുന്നതിനോ സംസാരിക്കാനോ ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്കൊരു വേറൊരു അനുഭവം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോയപ്പോൾ വിജയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു, കേരള ഹൗസിലുണ്ടായിരുന്നു. ഞങ്ങളും താമസിക്കുന്ന കേരള ഹൗസിലാണ്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ജനറൽ ഡാനിഷ് അലി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിൽ വന്നു. ഞങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ പലരും അദ്ദേഹത്തോട് പറഞ്ഞു, വിജയേട്ടൻ കിടന്നു കാണും, ഇനി വിളിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന് രാവിലെ UP പോകണം, കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പാർട്ടിയാണ് ഒരു സന്നിഗ്ധ ഘട്ടത്തിലുമാണ്. ഇനി എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ കൂടെയുള്ളവരൊക്കെ ഇനി പിന്നീട് പോലും കാണാം എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ വിജയേട്ടൻ്റെ മുറിയിൽ മുമ്പ് പോയി വാതിൽ മുട്ടി വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഡാനിഷ് സർ വന്നിട്ടുണ്ടായിരുന്നു, താങ്കളെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട്, ബുദ്ധിമുട്ടാവുമെന്ന് വെച്ചു. എന്ത് ബുദ്ധിമുട്ട്? വരാൻ പറഞ്ഞു. അദ്ദേഹത്തെ കൂട്ടിപ്പോയി വളരെ വിശദമായി സംസാരിച്ച് തിരിച്ചുപോയി.
നമ്മൾ ധരിച്ചു വയ്ക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ വിലയിരുത്താനും അവസരോചിതമായി ഇടപെടാനും കഴിയുന്ന അപൂർവം ചില നേതാക്കൾ ഒരാളാണ് പിണറായി. അപ്പൊ ഈ പിണറായി ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു മൂന്നാം ഘട്ടം സാധ്യത നിങ്ങൾ എത്രമാത്രം കാണും? ദീർഘകാലം ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരാളാണ്, അതിൻ്റെ ഒരു സാധ്യത എത്രമാത്രമുണ്ട്? രാഷ്ട്രീയത്തിലെ അവസരങ്ങൾ ഉണ്ടാവാൻ വലിയ സമയമൊന്നും വേണ്ട. ഇന്നത്തെ ഈ പ്രതികൂലമായ ചിന്താഗതികളൊക്കെ മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാക്കി ആളുകളെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ മറ്റൊരു ഗവൺമെൻറ്റും നടപ്പിലാക്കാൻ കഴിയാത്ത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. വികസനം എല്ലാ രംഗത്തും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും തെറ്റായ പ്രചരണങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇനിയും അവസരമുണ്ട്. താങ്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞില്ലേ, ഇനി നമുക്കൊരു കുടുംബം ഉണ്ടല്ലോ, ജീവിത പങ്കാളി എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? പൊതുപ്രവർത്തന രംഗത്തു നിന്നാണോ? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു എന്താണ് പറയുക, ശരിക്കും പ്രണയമായിരുന്നു? അല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രണയം ഉണ്ടായിരുന്നു ജീവിതത്തിൽ? ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ രാഷ്ട്രീയ സാധാരണ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ ചെറിയ പ്രണയമെല്ലാം കടന്നു വരൂലേ? ഉണ്ടായിട്ടില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അല്ലല്ല, കണ്ടാലോയും പറയുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രണയം എന്നുള്ള രീതിയിലേക്കൊന്നും വളർന്നിട്ടില്ല. ജീവിത പങ്കാളിയുടെ പേരെന്താണ്? സായി മീര എന്നാണ് പേര്. എവിടെയാണ് സ്ഥലം? കണ്ണൂരാണ്. എങ്ങനെ കണ്ടെത്തി? അത് വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ശരിക്കും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഒന്ന്, സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്, കണ്ണൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പം എൻ്റെ സുഹൃത്തുക്കൾ പലരും ഇങ്ങനെ നിർബന്ധിക്കുമായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്ത് AK ഫസൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഞാൻ എന്താ? ഒന്നുമില്ല, നമുക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ ശരി പോകാം. അങ്ങനെ ഒരു വീട്ടിൽ പോയി. ഇപ്പോൾ അവിടെ അവൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ വീടാണ്. പുള്ളി ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അവനോട് വിളിച്ച് വരാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് സമയം അവിടെ ഇരുന്ന് സംസാരിച്ച് അവൻ്റെ സുഹൃത്ത് വന്നു, അവനായിട്ട് സംസാരിച്ചു. എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, ഇവിടെ നിന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ടീച്ചറെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ടീച്ചറെ നിങ്ങൾ അവിടെ പോകുമ്പോൾ ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഈ ആളുടെ സുഹൃത്തിന്റെ പെങ്ങളാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലല്ലോ. ഇല്ല, എന്താ നീ ചോദിച്ചെന്ന് ചോദിച്ചു. അല്ല, അത് നമുക്ക് പിന്നെ പറയുന്നു. ഇപ്പോൾ സുഹൃത്തും ഇവൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ മടങ്ങി വരും. സുഹൃത്തിനോട് പറഞ്ഞു ഞങ്ങൾ ഓക്കെയാണെന്ന്. ഞങ്ങൾ ഓക്കെയാണ്. അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങളൊരു പെണ്ണ് കണ്ടിട്ടുണ്ട്, നാളെ ഇല്ലില്ല നാളെ മറ്റന്നാളോ വന്നിട്ട് ഉറപ്പ് കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇത് നടക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആലോചിക്കണം, 2-3 ദിവസം സമയം വേണം. സമയം നന്നായി ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറും, അതുകൊണ്ട് സമയത്തിൻ്റെ പ്രശ്നമില്ല, നടത്താൻ തീരുമാനിച്ചു. ഇപ്പം ഞാനുമായിട്ടുള്ളൊരു ബന്ധം വെച്ചിട്ട് എനിക്ക് തള്ളി കളയാനൊന്നും പറയാനും പറ്റില്ല. വർഷങ്ങളായി ഞങ്ങൾ ഒന്നിച്ച് സജീവമായി പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എനിക്ക് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള വാഹനവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തന്നവരാണ്. അപ്പം ആ നിലയ്ക്ക് എനിക്ക് ഒന്നും പറയാനും പറ്റില്ല. അങ്ങനെയാണ് വിവാഹം ഉറപ്പിക്കുന്നത്. വളരെ പെട്ടെന്നാണ്. ജോലിയൊന്നുമില്ല. പിന്നീട് ജോലി കിട്ടി? അല്ല, അന്നേരം സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. പുള്ളിയെ BA ഹിന്ദി ആയിരുന്നു, MA ഇംഗ്ലീഷാണ്, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അല്ല, പെർമനൻ്റ് അല്ല, പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം BEd ചെയ്തു. നീലേശ്വരത്ത് വെച്ചാണ് BEd ചെയ്തത്. BEd ചെയ്തിട്ട് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഉറുസ്ലൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് ചൊവ്വ ഹൈസ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടെങ്കിലും
വേണ്ട എന്ന് വെച്ചു. കുട്ടികൾ എത്ര പേരാണ്? 2 പേരാണ്. എന്തൊക്കെയാ അവരുടെ പേര്? മൂത്ത മകൻ അഭിജിത്ത്, എന്ത് ചെയ്യുന്നു? അവൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ബിസിനസ് ഡെവലപ്മെൻറ്റും. രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ ആൾ അഭിരാമി, എന്ത് ചെയ്യുന്നു? ഡെൻ്റൽ ഡോക്ടറാണ്. ഇപ്പോൾ പ്രൈവറ്റ് ക്ലിനിക്കിൽ പ്രാക്ടീസ് മാരീഡ് ആണോ ചെയ്യുന്നു. രണ്ടുപേരും? രണ്ടുപേരും മാരീഡ് അല്ല. മാരീഡ് അല്ല. മാരീഡ് അല്ല. ഇനി അടുത്ത ഘട്ടം അതിലേക്കാണ്. ആ രാഷ്ട്രീയ പൊതുപ്രവർത്തനം നൽകുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ള വാക്കുകൾ എന്താണ്? ഒന്ന്, ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കണം. 2, ഉറച്ച നിലപാട് വേണം. അവസരവാദപരമായ രാഷ്ട്രീയ കാണിക്കരുത്. ഇപ്പോഴും പലരും എന്താ വെച്ചാൽ ആവശ്യത്തിന് വേണ്ടിയുള്ള ഇത് ഒരു രീതിയാണ് കാണിക്കുന്നത്. ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തനം പോകുന്നത്. അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം. ആരെ ചവിട്ടി എവിടെ കയറാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കുന്നു. പാർട്ടിനോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല അവർക്ക്, പ്രസ്ഥാനത്തോടും കമ്മിറ്റ്മെന്റ് ഇല്ല, സമൂഹത്തോടും ഇല്ല. സ്വാർത്ഥത മാത്രം കൈമുതലാക്കി പോകുന്നവരാണ് ഭൂരിഭാഗം. അതിൽ മാറണം. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകർ, ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതത്തിലൂടെ നമ്മളിങ്ങനെ വെറുതെ ഒന്ന് സഞ്ചരിക്കുകയാണ്. കാരണം ഇങ്ങനെ കഥ പറയാൻ, ഇങ്ങനെ ജീവിതം പറയാൻ ഇനിയുള്ള കാലത്തുള്ള ഒരു പൊതുപ്രവർത്തകന് സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരങ്ങളാണെന്ന് നമുക്കറിയാം. സോഷ്യൽ മീഡിയ കയ്യിലുണ്ടെങ്കിൽ ഏതൊരാൾക്കും എന്താകാം? നേതാവാകാം, ജനപ്രിയരാകാം, ആയിരക്കണക്കിന് ഫോളോവേഴ്സ് വരുന്നു. അങ്ങനെ ഒരു കാലത്ത് ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് പൊതുപ്രവർത്തനം നടത്തിയ പൊതുപ്രവർത്തകർ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ പി ദിവാകരനെ പോലുള്ള പൊതുപ്രവർത്തകർ പുതിയ തലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ്. നിങ്ങൾക്ക് പഠിക്കാം, അറിയാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. നോക്കണം, 1/2 ഡസൻ പ്രധാനമന്ത്രിമാരുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ തലമുറകളുടെ ഒപ്പം സഞ്ചരിച്ച ഒരാളാണ് നമ്മോടൊപ്പം ചേർന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് പഠിക്കാനുള്ള ഒരു വലിയ അധ്യായം തന്നെയാണ്. വിലപ്പെട്ട സമയം നമുക്ക് നൽകിയ പി ദിവാകരനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.